വീണ്ടും കർത്തൃസന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-15 വാക്യം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. 15-ാം വാക്യം. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലെത്രേ വയ്ക്കേണ്ടത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. ദൈവത്തിൻ്റെ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ സന്ദേശം കേൾക്കുന്ന ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യഹൂദന്മാരുടെ ഇടയിൽ ചില പ്രത്യേക ആശയങ്ങൾ വെളിപ്പെടുത്തുവാൻ പലപ്പോഴും അളവുകളെ ഒക്കെ അവർ ഉദാഹരണമായി എടുക്കാറുണ്ട്. അങ്ങനെ കർത്താവും ഈ വചനം സംസാരിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ വിളക്ക് കത്തിച്ച് അത് പറയിൻ കീഴിലല്ല, അത് തണ്ടിന്മേൽ എത്രയേ വയ്ക്കേണ്ടത്, അപ്പോൾ സകലർക്കും ശോഭിക്കും. എന്താണ് പറ എന്ന് പറഞ്ഞാൽ? എന്തുകൊണ്ടത് കർത്താവ് ഒരു കൊട്ടയിൽ കീഴിൽ വയ്ക്കരുതെന്ന് പറയാഞ്ഞത് എന്താണ്? പറ എന്ന് പറയുന്നതിൻ്റെ ഒരാശയം കർത്താവ് അവിടെ എടുത്തിട്ടുണ്ട്. നോക്കൂ, അളവുകൾക്ക് അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് നാഴി, ഇടങ്ങഴി, പറ. നാഴി എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ജീവിതത്തെ കാണിക്കുന്നു. ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതത്തെ കാണിക്കുന്നു. പറ എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായ ജീവിതം, അതായത് നാം ഉൾപ്പെട്ടു നിൽക്കുന്നതായ ആ സമൂഹത്തെ, ആ സംഘടനയെ അതെടുത്ത് കാണിക്കുകയാണ്. കർത്താവ് പറയുന്നതായ വചനം അനേക ന്യായപ്രമാണ വചനങ്ങളെ കർത്താവ് ഉരുവിട്ടതിന് ശേഷം ശിഷ്യന്മാരോടും കൂടി വന്ന ജനങ്ങളോടും പറയുന്നത്, ഇങ്ങനെ ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ട് എങ്കിലും ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ ഒരു ബ്രേക്ക് കൊണ്ടുവരികയാണ്. ഇതുവരെയും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസവും നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിലും എനിക്കതിന്മേൽ വേറൊരു വചനമുണ്ട്, വേറൊരു ആശയമുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി എനിക്ക് നിങ്ങളോട് വിഭിന്നമായ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു തുടക്കം നിങ്ങളിൽ ചെലുത്തേണ്ടതായിട്ടുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇസ്രായേൽ ജനം അന്നുവരെയും സാമുദായികമായ കെട്ടുപാടുകളിലും അന്ധവിശ്വാസങ്ങളിലും അന്ധമായിട്ടുള്ളതായ ധാരണകളിലും ന്യായപ്രമാണ പുസ്തകങ്ങളിലെ അതേ വചനങ്ങൾ ഉരുവിടുന്നതിനാൽ അവർക്ക് ലഭിക്കുന്നതായ മോക്ഷത്തിൻ്റെ സായുജ്യങ്ങളിലുമൊക്കെ അവർ മതിമത്തരായി തീർന്ന് ജീവിക്കുന്ന ഒരു കാലയളവിലാണ് കർത്താവ് ഒരു പുതിയ സുവിശേഷവുമായി അവരുടെ ഇടയിൽ വന്നത്. യേശു തന്നെ പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കം ചെയ്യുവാനല്ല വന്നത്, ന്യായപ്രമാണത്തെ സ്ഥാപിക്കുവാനാണ്. അപ്പോൾ ന്യായപ്രമാണം മനുഷ്യന്റെ ഇടയിൽ സ്ഥാപിക്കപ്പെടുവാൻ കർത്താവിനാൽ ഉപദേശിക്കപ്പെട്ടതായ ചില പ്രത്യേക ആശയങ്ങളിൽ കൂടെ മനുഷ്യൻ കടന്നു പോകേണ്ടത് ആവശ്യമാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. അതിന് ഉദാഹരണമായിട്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. മനുഷ്യനെ ദൈവം ലോകത്തിൻ്റെ വെളിച്ചമാക്കി ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരെയും ലോകത്തിന് വെളിച്ചമായി ദൈവം ഓൾറെഡി തീർത്തിരിക്കുകയാണ്. നിങ്ങൾ വെളിച്ചങ്ങളാണ്, നിങ്ങൾ വിളക്കുകളാണ്. പക്ഷെങ്കിൽ നിങ്ങളുടെ വിളക്കിൽ നിന്ന് ലഭിക്കുന്നതായ അല്ലെങ്കിൽ ഉരുത്തിരിയുന്നതായ പ്രകാശം മറ്റുള്ളവർ കാണാതിരിക്കേണ്ടതിന് അത് പറയിൻ കീഴിൽ മറഞ്ഞിരിക്കുന്നു. സമുദായം കൊണ്ടുവരുന്ന അടിച്ചേൽപ്പിക്കുന്നതായ വിവിധങ്ങളായ ഉപദേശങ്ങളിലും അച്ചടക്കങ്ങളിലും അല്ലെങ്കിൽ അന്ധമായ ചില ധാരണകളിലും ഭരണത്തിന് കീഴിലും നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവർക്ക് ലഭിക്കാതിരിക്കുന്നു. അത് പറയിൻ കീഴാകരുത്. അതിൽ നിന്ന് നിങ്ങൾ മുക്തരാകണം. അതിൽ നിന്ന് മുക്തനായതിനു ശേഷം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, അതിൽ നിന്ന് ദൈവം ഉരുത്തിരിയുവാൻ മനുഷ്യനിൽ ആഗ്രഹിക്കുന്നുള്ളതായ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവ് പറയുന്നു, മലമേൽ ഇരിക്കുന്നതായ ഒരു പട്ടണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, കർത്താവിൻ്റെ സഭയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ സഭ, ആ സഭയുടേതായ ഒരു ആശയം, ഒരു പ്രകാശം, ഒരു വെളിപ്പാട്, ഒരു ജ്ഞാനം സകല മനുഷ്യർക്കും, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും അത് ലഭിക്കണമെങ്കിൽ ആ സഭയിലേക്കുള്ളതായ ഒരു മുഖ്യധാരയായി, പ്രകാശധാരയായി നാം രൂപാന്തരപ്പെടണം. നമ്മളിൽ നിന്നും ആ ജനങ്ങളുടെ ലോകത്തിൻ്റെ മുൻപിൽ നാം പ്രകാശിപ്പിക്കുന്ന പ്രകാശം കൊണ്ടാണ് മലമേൽ ഇരിക്കുന്നതായ
പട്ടണത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം ലോകത്തിന് ലഭിക്കുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അങ്ങനെ നമ്മൾ പറയിൻ കീഴിൽ നിന്ന് നാം ഒരു പുതിയ ഒരു ലോകത്തിലേക്ക് നമ്മുടെ പ്രകാശം കടന്നു വരുമ്പോൾ ആ പ്രകാശത്തിൻ്റെ ശക്തി, അനുഗ്രഹം നമ്മുടെ ഭവനങ്ങളിലേക്കും പ്രകാശിക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള സകലർക്കും ആ പ്രകാശം ലഭിക്കും. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എങ്ങനെയാണ്? കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നീ ആ പറയിൽ നിന്ന് നീ രക്ഷപ്പെട്ട് തണ്ടിന്മേൽ നിൽക്കുക. നീതിമാന്മാരുടെ സഭയിൽ ഉയർന്ന് നിവർന്ന് നിൽക്കുന്നതായ ഒരു ധൈര്യം, ദൈവവുമായിട്ടുള്ളതായ ഒരു ഐക്യമത്യം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. അങ്ങനെ കർത്താവിലുള്ളതായ ആശ്രയത്താൽ നീ നിവർന്നു നിൽക്കുന്നതായ ഒരു അനുഭവം, ഒരു സാക്ഷ്യമുള്ള ഒരു ജീവിതം, അനുഭവമുള്ള ഒരു ജീവിതം നിന്നിൽ കൂടെ അത് ഉരുത്തിരിയുമ്പോൾ അത് ലോകത്തിന് മുൻപിൽ പ്രകാശമായി തീരുന്നു. ആ ലോകത്തിന് മുൻപിൽ പ്രകാശമായി തീരുമ്പോൾ ആ ലോകക്കാർക്കൊക്കെയും നിന്നിൽ കൂടെ കർത്താവിനാൽ പണിയപ്പെടുന്ന ഒരു സഭയെക്കുറിച്ചുള്ള, കർത്താവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ളതായ, മലമേലിരിക്കുന്നതായ മഹത്വകരമായ പ്രത്യാശയെക്കുറിച്ച്, ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചുള്ളതായ ഒരു ബോധം സകല മനുഷ്യർക്കും നമ്മിൽ കൂടെ പ്രകാശിക്കുന്ന പ്രകാശത്താൽ അത് ലഭ്യമായി തീരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരും പ്രകാശം ലഭിച്ചവരാണ്. നാം പ്രകാശിക്കുന്നവരാണ്. നാം വിളക്കുകളാണ്. അതെല്ലാം നമുക്കറിയാം. പക്ഷെങ്കിൽ പലപ്പോഴും നമ്മുടെ വിളക്കിൻ്റെ പ്രകാശം നാഴികളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ കീഴിൽ മറഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് അല്പം കൂടെ മുൻപോട്ട് പോയാൽ നമുക്ക് ഇടങ്ങഴിയിൽ നമ്മുടെ പ്രകാശം ഒതുങ്ങി നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അത് മറഞ്ഞിരിക്കുന്നു. ആ സ്വാർത്ഥപരമായിട്ടുള്ള ഒരു ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചം നൽകാതെ നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമായി നാം അതിനെ കാണുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, നോ, അങ്ങനെയല്ല. അവിടെ നിന്ന് ഈ അല്പം കൂടെ മുൻപോട്ട് പോയാൽ നിനക്ക് പെട്ടെന്ന് ആ സാമൂഹ്യമായ ജീവിതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നുകൊണ്ട് നീ പ്രകാശിക്കുവാൻ നോക്കുന്നു. പറ്റത്തില്ല. കർത്താവ് പറയുന്നു, അവിടെയും നീ ആ പറയിൻ കീഴിൽ മറച്ചു വച്ചിരിക്കുന്ന വെളിച്ചം പോലെയാണ് നിന്റെ പ്രകാശം. ഇനിയും മുൻപോട്ട് പോകണം. അവിടെ നിന്നും നീ മുക്തനായിക്കൊണ്ട് മലമേലിരിക്കുന്ന പട്ടണത്തിലേക്കുള്ളതായ ഒരു ദർശനമായി ജീവിതത്തിന്റെ വഴികൾ നീ തിരിച്ചു വിടുമ്പോൾ നിന്റെ വിളക്ക് പ്രകാശിക്കുന്ന പ്രകാശവും ഏന്തിക്കൊണ്ട് ഒരു തണ്ടിന്മേൽ സാക്ഷ്യമുള്ള ഒരു ജീവിതമായി, ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയായി നീ ഭവിക്കപ്പെടുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാമോ? നിന്റെ ഭവനത്തിലുള്ളവർക്കും ആ വെളിച്ചം ലഭിക്കുന്നു. നീ നാഴിക്കുള്ളിൽ ആ പ്രകാശം ഒതുക്കുമ്പോൾ, ചങ്ങഴിക്ക് അല്ലെങ്കിൽ ഇടങ്ങഴിക്കുള്ളിൽ ആ പ്രകാശം ഒതുക്കുമ്പോൾ, പറയിൻ കീഴിൽ ഒതുക്കുമ്പോൾ നിന്റെ ഭവനത്തിലേക്ക് അതിൻ്റെ പ്രകാശധാര, അനുഗ്രഹം കടന്നു വരുന്നില്ല. നിന്റെ തലമുറയിലേക്ക് കടന്നു വരുന്നില്ല. എന്നാൽ നീ ഈ കെട്ടുപാടുകളിൽ നിന്നൊക്കെ മുക്തനായി തീരുമ്പോൾ, സ്വതന്ത്രമായ ഒരു ആശയം നിന്റെ ജീവിതത്തിൽ, പ്രകാശത്തെക്കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നിന്നെയും നിന്റെ ഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്നോടൊപ്പം നിൽക്കുന്നവരെയും പ്രകാശിപ്പിക്കുന്ന അത്ഭുത വെളിച്ചമായി അത് രൂപാന്തരപ്പെടുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ പ്രകാശമായിരിക്കെ ദൈവം നിന്നെ സ്നേഹിച്ച് നിന്റെ ഭവനത്തിനും നിനക്കും ദേശത്തിനും ഒക്കെ നിന്നെ പ്രകാശമാക്കി വെക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായപ്പോൾ ഇതൊന്ന് നീ ചിന്തിച്ചു നോക്കുക. ആ പ്രകാശം പറയിൻ കീഴിൽ മറഞ്ഞിരിക്കുന്ന പ്രകാശമാണോ? കർത്താവ് പറയുന്നു, ഓരോ പ്രമാണങ്ങളും ഓരോ ഉപദേശങ്ങളും കർത്താവ് ഉരുവിട്ടും കൊണ്ട് കർത്താവ് പറയുകയാണ്, മോഷ്ടിക്കരുത് എന്ന് പറയുന്നതിനെയും, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നതിനെയും, കൊല ചെയ്യരുത് എന്ന് പറയുന്നതിനെയും വ്യക്തമായി കർത്താവ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്. പാരമ്പര്യ വിശ്വാസത്തിൽ നിന്നും ധാരണയിൽ നിന്നും സഭകൾ നിനക്ക് തരുന്നതായ അച്ചടക്കങ്ങളുടെ കീഴിലുള്ളതായ ആ പ്രവർത്തനങ്ങൾ കൊണ്ടുമൊക്കെ നിന്റെ ജീവിതത്തിൽ പ്രകാശമാക്കുവാൻ കഴിയാതെ, ദൈവം നിന്നെ വിളിച്ച വിളിക്കൊത്തവണ്ണം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ കഴിവില്ലാതെ ജീവിതത്തിൽ ഈർലടഞ്ഞ ജീവിതങ്ങളെ കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്, പറയിൻ കീഴിൽ നിന്ന് നീ പുറത്തു വരിക. തണ്ടിന്മേലുള്ള ജീവിതം, സാക്ഷ്യമുള്ള ജീവിതം, അനുഭവമുള്ള ജീവിതം, പ്രകാശിതമാക്കുന്ന ജീവിതം, അനേകർക്ക് ഉപകാരമാകുന്ന ജീവിതം, അനേകർക്ക് വഴിയിൽ തടസ്സമില്ലാതെ ആപത്തുകൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അരുമനാഥൻ നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതായ ഉദ്ദേശശുദ്ധിയുടെ ആ ഉച്ചസ്ഥ സ്ഥിതിയിലേക്കുള്ളതായ യാത്രയെ നീ മറ്റുള്ളവരെയും വഹിച്ചുകൊണ്ട് പോകുന്നതായ, അനേകരെ വഴി നടത്തായ ഒരു ജീവിതം നിനക്കുണ്ടാകുമ്പോൾ ആ അനുഗ്രഹം
നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നതിനിടയായി തീരും. ഗോഡ് ബ്ലെസ് യു.